ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ജയാമോൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളും തലേ ദിവസത്തെ ഷോപ്പിങ്ങും പിന്നെ എൻ്റെ ഒരു വകയിലുള്ള കേക്ക് ഉണ്ടേനും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ നല്ലൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പി എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് എന്നെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ വൈകുന്നേരം മഴ ഒന്ന് ചോർന്നേരം ഞാൻ വേഗം മോന് വേണ്ടിയിട്ടുള്ളൊരു ടീഷർട്ടും എടുക്കണം, അതേപോലെ തന്നെ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് കരുതി ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ പകുതിയിലെത്തുമ്പോഴേക്ക് തന്നെ മഴ നല്ല അടിപൊളിയായിട്ട് പെയ്തട്ടോ. അപ്പോൾ ഞങ്ങളൊരു കടേൻ്റെ മുന്നിൽ കയറി നിൽക്കുക കേട്ടോ. അപ്പോൾ കുറേ സമയം കാത്തുനിന്നു കേട്ടോ. നല്ല മഴയാട്ടോ പെയ്തത്, ഇറങ്ങണ്ടായിന്നൊന്ന് തോന്നി കേട്ടോ. എന്നാലും കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ അങ്ങനെ നിന്നേ. അങ്ങനെ ഞങ്ങളിതാ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. മോനൊരു ടീഷർട്ട് മേടിക്കാമെന്ന് കരുതി കേട്ടോ. ആൾക്ക് ശരിക്കും 9ാമത്തെ വയസ്സിലെ പിറന്നാളാട്ടോ. എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ സർപ്രൈസായിട്ട് വാങ്ങിയാൽ അത് അവരെ ഒരു ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇതിലേത് ടീഷർട്ട് എടുത്തത് നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഇതാ നല്ല മഴ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ചൂട് ചായ കുടിക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ടായിന്. അപ്പം കുറച്ച് കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടേന് കേട്ടോ. ഞാൻ സത്യത്തിൽ കേക്ക് ഉണ്ടാക്കലുണ്ടേന്. ഇപ്പം കുറച്ചായിട്ട് മക്കളെയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിന്. പക്ഷേങ്കിൽ ഇന്ന് വെറുതെ ഇതിനിറങ്ങണ്ടെന്ന് തോന്നി കേട്ടോ. ഇത് ശരിക്കും എൻ്റെ 2ാമത്തെ ബാറ്റർ കേട്ടോ. ഫസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ട ഒക്കെ എടുത്ത് വെച്ചിന്. ആ സമയത്ത് വന്ന് വലിച്ചിട്ട് മുട്ട ഒക്കെ മേത്തൊക്കെ മറിച്ചിട്ടോ. അങ്ങനെ വീണ്ടും കടയിൽ പോയിട്ട് വീണ്ടും മുട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങി വന്നതാട്ടോ. ശരിക്കും ഞാൻ ഇതിൽ നല്ലത് മേടിച്ചാൽ മതിയെന്ന് തോന്നി കേട്ടോ. എന്നാലും മോനോട് ഞാൻ അവന് റെഡ് വെൽവെറ്റ് കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ എന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞാനിതാ എൻ്റെ കേക്കിൻ്റെ ബാറ്ററി ഇപ്പോൾ ഒന്ന് ഓവനിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും സമയമൊക്കെ ഒരുപാടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ തലേ ദിവസം കേക്ക് ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം കറണ്ടൊന്നും ചില സമയത്ത് ഉണ്ടാവില്ലല്ലോ. അപ്പം പിന്നെ ഞാൻ വേഗം തന്നെ രാത്രി നമ്മൾ കേക്കൊക്കെ ഇതാ സെറ്റാക്കി ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേഗം അതൊന്ന് ശരിക്കും അറിയാനൊക്കെ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടോ. ഇതാ പിറ്റേ ദിവസം ഇതാ നമ്മളെ ബർത്ത്ഡേ പോയി ഞാൻ വിഷൊക്കെ ചെയ്തിട്ട് ഇതാ സ്കൂളിലേക്ക് പോകാൻ നോക്കാം കേട്ടോ. ഇന്ന് മദ്രസും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മദ്രസിലേക്കും സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബുക്കൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇതാ നമ്മളെ ഫൈസാ മോനും ഉമ്മാമ ഇതാ കോലായിലിരുന്നിട്ട് എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞിട്ട് ഉമ്മാമ ചായ കൊടുക്കുകയാണേ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ അവന് ഇഷ്ടപ്പെട്ട ഞെരിഞ്ഞ ദോശ എന്നിട്ടോ പറയുക. ഉഴുന്നിൻ്റെ ഞെരിഞ്ഞ ദോശയും ചുവന്ന ചമ്മന്തി ഇത് അവന് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് അവനെ ഞാൻ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കറണ്ട് വീണ്ടും പോയിട്ടോ. ഇത് ശരിക്കും ഒരു ഉച്ചയായിട്ടോ ഞാൻ എൻ്റെ ഈ ഒരു കേക്ക് ഐസിങ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ ഞാൻ കറണ്ടൊക്കെ വന്ന് ഇതാ വേഗം തന്നെ കേക്ക് ഐസിങ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ കേക്ക് സെറ്റാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ശരിക്കും സമാധാനമായത് കേട്ടോ. ശരിക്കും ഒരു 4 മണിയൊക്കെ ആയിട്ടോ എൻ്റെ കേക്ക് ആകാൻ. അപ്പോൾ വീട്ടിലും ഇപ്പോൾ മോന് സ്കൂളും വിട്ട് വന്നിട്ട് ഇത് കണ്ടില്ലെങ്കിൽ സങ്കടമാവില്ലേ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ച് ഇനിയിപ്പോൾ രാത്രിയിൽ ചെമ്മീൻ ബിരിയാണി കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇതമ്മ ഇതാ നമുക്ക് വേണ്ടിയിട്ടുള്ള ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. എപ്പോഴും ചിക്കനല്ലേ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നൊന്ന് മാറ്റിയിട്ട് ചെമ്മീൻ ബിരിയാണി സെറ്റാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും വേഗം കഴിയും കേട്ടോ. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ്. പുറത്ത് നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ പൊരിഞ്ഞ് വന്നതിന് ശേഷം ഇതാ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ മസാല പുരട്ടി വെച്ച ചെമ്മീനും കൂടി ഇട്ടാൽ നമ്മൾ മസാല ഏകദേശം അവിടെ റെഡി ആകുന്നുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് പുറത്ത് ചോറും കൂടി ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ നമ്മളെ ചെമ്മീൻ ബിരിയാണീൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വേഗം തന്നെ റൈസ് റെഡിയാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ ഇതൊന്ന് ദമ്മ് ചെയ്ത് വെക്കുക കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി വേണമെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണേ. ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ ഒരുപാട് ലെങ്ത്തായി പോകും നമ്മളെ വീഡിയോ എന്ന് കരുതി കേട്ടോ, ഇപ്പോൾ റെസിപ്പി ഫുള്ളായിട്ട് പറയാണ്ടുന്നത്. പക്ഷേങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിഡിലും ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് അന്നത്തെ ഈ ഒരു ടേസ്റ്റ് ഇങ്ങനെ നാവിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതാ ദമ്മൊക്കെ ഇട്ട് വെക്കാമെന്ന് കരുതി കേട്ടോ. ഇനിയിപ്പോൾ മോന് കേക്കൊക്കെ മുറിക്കണം. മോൻ്റെ ഒരു ഫ്രണ്ടും കൂടി വരുന്നുണ്ട് കേട്ടോ. അവർ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം മോൻ്റെ വീട്ടിൽ രണ്ടാളെയും ബർത്ത്ഡേ തലേ ദിവസവും പിറ്റേ ദിവസം കേട്ടോ. ജൂൺ 24, ഒരാളത് 23. അങ്ങനെ മോൻ്റെത് 24 കേട്ടോ, ജയാൻ്റെത്. അങ്ങനെ ഇതാ ഞാൻ ദമ്മൊക്കെ ചെയ്തതിന് ശേഷം ഇനിയിപ്പം വേഗം കേക്കൊന്നും മുറിക്കാമെന്ന് കരുതി കേട്ടോ. കാരണം മോനിപ്പോൾ രാത്രി മോനെ പറഞ്ഞു വിടണം. കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ ഇതാ നമ്മളൊരു കേക്കും സെറ്റാക്കി കുറച്ച് മുട്ടായി എടുത്ത് വെച്ചിട്ട് കേട്ടോ. ഈ ഒരു ടീഷർട്ട് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ മോനും ഫ്രണ്ടും ജന്നമ്മോളും കൂടിയിട്ട് നമ്മളെ കേക്കും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. ജയാമോൻ്റെ മുഖത്തൊരു ചിരി വരുന്നില്ലേ, ഈ ഒരു ചിരിക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോൾ 2 ദിവസമായിട്ട് കഷ്ടപ്പെടുന്നത്. നല്ല മഴയായിട്ടും എൻ്റെ മോന് വേണ്ടിയിട്ട് കേക്കൊക്കെ ഉണ്ടാക്കി, ഫുഡൊക്കെ ഉണ്ടാക്കി. ഇതാ അവനൊരു സർപ്രൈസായിട്ട് ജന്നൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ മോന് നല്ല ഹാപ്പി ആയിന് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ തൊട്ടടുത്തുള്ള 2-3 വീട്ടിൽ നമ്മൾ കേക്കും മിഠായിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായി കേട്ടോ. പുറത്ത് ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. പക്ഷേ രാത്രി ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ട് മഴ കാണാൻ. ഇനിയിപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മളെ ദമ്മങ്ങ് പൊട്ടിക്കാമെന്ന് കരുതി കേട്ടോ. മോനിപ്പോൾ ഫുഡ് കൊടുത്തിട്ട് കൊണ്ടുപോയി വിടണം. അപ്പോൾ അവനെയും കൂടി ലേറ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ നമ്മളെ ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് ഇനിയിപ്പോൾ വേഗം ഫുഡൊക്കെ ഒന്ന് വിളമ്പാന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ പിറന്നാളുകാരനും ഫ്രണ്ടൊക്കെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടോ. അങ്ങനെ അവർക്ക് കൊടുത്തതിന് ശേഷം പിന്നെ എല്ലാവരും ഇരുന്നിട്ട് കഴിച്ചിട്ടോ. അപ്പോൾ നല്ല മഴ പുറത്തുണ്ട്, നല്ല ചൂട് ചെമ്മീൻ ബിരിയാണിയൊക്കെ കഴിച്ച്. അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്നും